Hey, hello guys, welcome back to my channel. It's Beer Casualty. അപ്പോൾ ഗൈസ് ഇതെത്തിയിരിക്കുന്നത് ഒരു ബ്ലോഗ് ഷൂട്ട്സ് എപ്പിസോഡായിട്ടാണ് ഗൈസ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമെന്ന് പറഞ്ഞില്ല ഗൈസ്. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് ഗെയിമിൽ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഗൈസ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തെളിവ് സഹിതം ഇട്ട് തന്നെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആ അവധി, അതായത് പരീക്ഷ തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പേ, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ദിവസം മുമ്പേ ഈ കിറ്റ്സിന് കിട്ടിയത്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഡെക്സ്ട്രോ എനിക്ക് തന്നായിരുന്നു, ഒരു കൂട്ടുകാരൻ്റെ കിട്ടിയിട്ട്. അപ്പം കിറ്റ്സുനെ എടുത്ത് ഞാൻ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് വരെ എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. എന്തോ എൻ്റെ വിധി കണക്ക് എനിക്ക് 10-20 മിനിറ്റ് കളിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം പിന്നെ ഫോൺ വാങ്ങി. പിന്നെ ഞാൻ തിരിച്ചു കയറി നോക്കിയപ്പം കിറ്റ്സുനെ റീപ്ലേസ് ആയി ലൈറ്റായി മാറിയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എന്തോ ഭാഗ്യത്തിന് എനിക്ക് എന്തോ തോന്നി, ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടിരുന്നു. ആ വീഡിയോ ഏതെങ്കിലും വീഡിയോയിൽ എക്സ്ട്രാ ഉള്ളപ്പോൾ ഞാൻ പ്ലേസ് ചെയ്യാൻ പറയാം. അപ്പോൾ അത് ഞാൻ പ്ലേസ് ചെയ്യാം ഏതെങ്കിലും വീഡിയോ. ഓക്കെ, അപ്പം അതാണ് ഇപ്പോഴത്തെ സാഡ് ഫാക്ട്. അപ്പോൾ ഗെയ്സ് ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിരുന്നു അതിന് ശേഷം. ബിക്കോസ് വേറെയും പല പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ തന്നെ വന്നു. അപ്പം ഇപ്പം അതാ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ടൈഗറിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. വൈദവേ ടൈഗർ പഴയ പോലെ തന്നെ ഈ ടൈഗറിനെ വില കുറച്ച് കണ്ടല്ല ഈസ്. അപ്പം എനിക്ക് എന്നാലും എൻ്റെ ഇഷ്ടം കിറ്റ്സുനെയാണ് ഈസ്. അപ്പം ആ കിറ്റ്സുനെ എന്ന് പറഞ്ഞില്ല, അതിന് മുമ്പ് ഇതൊരു കിറ്റ്സുനെ പോകും. അപ്പോൾ ഈസ് എനിക്ക് അറിഞ്ഞൂടാ ഇനി അത് കിട്ടുമോ ഇല്ലെന്നൊന്നും. എന്താ പോകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രൈൻ കിറ്റ്സിനേസ് ബാൻ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അത് പോയി. അതായത് എൻ്റെ അതൊരു ശ്രൈൻ കിറ്റ്സുനെ ആയിരുന്നു. ആ കൂട്ടുകാരൻ ലവ്യാതനെ ഞങ്ങൾക്കൊന്ന് കഷ്ടപ്പെട്ട് എനിക്ക് എടുത്തു തന്നെയായിരുന്നു. അപ്പം ആ ഒരു കിറ്റ്സിനെ ഒരു 10 മിനിറ്റ് പോലും എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അതിനു മുമ്പേ അത് പോയി. നെക്സ്ട്രോ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ മെയിലെ കണ്ടാ വന്നിരുന്നു ബോക്സ് ഫ്രൂട്ട്സിന്ന്. അതായത് ഇന്നപോലെ കിറ്റ്സിനെ തിരിച്ച് തരുന്നതായിരിക്കും സൂണെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 20-30 ദിവസം ആവാറായി, ഇതുവരെ എനിക്ക് കിട്ടിയില്ല. അപ്പം ഐ ഡോണ്ട് നോ ഇനിയിപ്പോൾ കിട്ടുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇനി അത് ഞാൻ ഈ ബ്ലോക്ക് ഫ്രൂട്ട്സ് കളിക്കണ്ട എന്ന് വിചാരിച്ചാലും ഞാൻ കളിക്കുന്നത് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മനസ്സുമില്ല. ഞാൻ ചുമ്മാ കളിച്ചതാണ്. ഓക്കെ, ഇവൻ എന്നെ പുച്ഛമാണ് ഈസ്. അവൻ എന്നെ പുച്ഛമൊന്നും പോയി. കിച്ചുനെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും ഗൈസ്. അറിയാൻ വയ്യ, ഇതൊന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും, അതെനിക്കറിയാവും. ചുമ വന്നതാണ്, ചെറിയ പനിയുണ്ട് കേട്ടോ, അത് കാരണമാണ്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു ഗൈസ്. അപ്പോൾ ഒരു കിറ്റ്സിനൊക്കെ കിട്ടി ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പം ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് മനസ്സൊന്നും ഇല്ല എനിക്ക് കളിക്കാൻ തോന്നുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് എടുത്തു തന്നതുപോലെ ഞാൻ അത്രയും വെയിറ്റ് ചെയ്ത് എനിക്ക് കിട്ടിയ ഫ്രൂട്ട് പോയി. ഈ ഒരു ഗെയിം കാരണം മാത്രം പോയി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നുമില്ല ഇപ്പോൾ ഈ ഗെയിമിനോട് പണ്ടത്തെ പോലെ. പക്ഷെ എന്നാലും ഒരു കണ്ടന്റിന് എന്നുള്ള രീതിയിൽ മാത്രം ഞാനിപ്പോൾ കളിക്കുകയാണ്. ഞാൻ ഡിലീറ്റ് വരെ ചെയ്തതാണ്. ഇന്നലെ ഫുള്ളി ഇറിറ്റേറ്റഡ് ആയിരുന്നു, രാത്രി ഉറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ച് അങ്ങനെയൊക്കെ അങ്ങ് ഇതായി. ഇപ്പോൾ ഇന്ന് പരീക്ഷയൊക്കെ തീർന്നു. കാർ പാർക്കിംഗ് വീഡിയോസ് ലാഗ് അടിപ്പിക്കാതെ വരുന്നതായിരിക്കും 100%. ഓക്കെ, ഇതുകൊണ്ട് ഒരു കിച്ചന് ആരാത് ബ്രോ എന്നെ കില്ല് ചെയ്തിട്ട് ഞാൻ നിന്നോട് കില്ല് ചെയ്യേണ്ടവന്മാരെ കില്ല് ചെയ്തിട്ട് അവന്മാരെന്തെങ്കിലുമൊക്കെ ആണെന്ന് അവന്മാരെ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നിന്നോടുക്കും. ഒരു കിച്ചനൊക്കെ വേണ്ടി ഒരാൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടും അത് കയ്യിൽ നിന്ന് പോയെങ്കിൽ എൻ്റെ വിധിയാന്നല്ലേ പറയാൻ പറ്റൂ ഗീസ്. ഞാൻ എന്ത് ചെയ്യാനാ, ഭയങ്കര സാഡായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നെക്സ്ട്രോ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ നെക്സ്ട്രോ കണ്ടില്ല. ബ്രേക്കിംഗ് 2-ൽ ആളുണ്ട്, പക്ഷെ നെക്സ്ട്രോ കോൾ എടുത്തില്ല. എനിക്ക് അറിഞ്ഞൂടാ, ഇനിയിപ്പം അവൻ വേറെ വിഷയമില്ലായിരിക്കും, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും കളിക്കുന്നത്, അറിയാമോ. ചിലപ്പോൾ വീഡിയോ എടുക്കുമായിരിക്കും വേറെ. ഞാൻ ഇച്ചിരി ലേറ്റായി വന്നപ്പോൾ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ നമ്മൾ ബൈ ദ വേ ഞാൻ തേർഡ് സി എത്തിയിരുന്നു കേട്ടോ, പറയാൻ മറന്നുപോയി. തേർഡ് സിയിലേക്ക് കയറി
കയറി കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു കിച്ചുവിനെ എനിക്ക് തിരിച്ചു കിട്ടിയത്. അപ്പം തിരിച്ചു കിട്ടിയല്ല, കിച്ചുവിനെ കിട്ടിയത് തന്നെ. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു, ഒന്നും പറയില്ല പ്രത്യേകിച്ചൊന്നും, അത്രേ ഉള്ളൂ. ഈ ട്രഷർ അവ എടുത്തില്ല, ഈ പൈസ ഇട്ടു. ഞാൻ എവിടെ നോക്കിയാലും കിച്ചുനെ ഇപ്പം. കാരണം എന്താ, എനിക്ക് കിട്ടാത്തോണ്ട് അത് എന്റെ കൺമുമ്പിൽ എപ്പോഴും കാണും. ഇതുണ്ടോ വൈ, എന്തായാലും കുഴപ്പമില്ല. കിച്ചുനെ കിട്ടിയില്ലെന്നും പറഞ്ഞിപ്പം ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ചെറുക്കൻ എന്ത് ചെയ്യാനിരിക്കുവോ അറിയാൻ വയ്യ. അപ്പൊ എന്ത് ഇടുന്നെന്നോ. ലൈറ്റിനിങ് കേസ്, പക്ഷെ എനിക്ക് അതിനുള്ള ഇതിനുള്ള ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. ഈ എൻ്റെ മൊത്തം ന്യൂബ് അക്കൗണ്ടായി മാറി. എന്താ അവസ്ഥയാണെന്ന് അറിയണ. ഈസി അക്കൗണ്ട് ആർക്കെങ്കിലും വേണോ? ടൈഗർ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഞാൻ പുതിയ അക്കൗണ്ട് കാണാൻ തുടങ്ങാം. ഈ ടൈഗർ ഞാൻ തിന്നും പോയി, നീ ട്രേഡും ചെയ്യായിരുന്നു. കുഴപ്പമില്ല, എന്താന്ന് വെച്ചാ. ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു, അധികമൊന്നും ഇല്ല. ഞാൻ ഇങ്ങനെ എക്സ്ട്രോയെ വീണ്ടും വിളിച്ചു നോക്കട്ടെ, അവ എടുക്കുമെന്ന് നോക്കട്ടെ. ഓക്കെ, ബൈ ദ ബൈ, ചെറിയ വിശേഷങ്ങളൊക്കെ അറിയാൻ വന്നതാണ്, പറഞ്ഞല്ലോ എല്ലാവരും. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ, ഷെയർ, സബ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓൾറെഡി ഞാൻ വേറെ കാര്യങ്ങളിൽ സാഡാണ്. ഇതിൻ്റെ കൂടെ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്തായിരുന്നാൽ മൊത്തത്തിൽ ഡൗൺ ആയി പോകും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.